മുണ്ടൻ കേശവനായർ ചെയ്ത പുണ്യാണ് ബാലമണി എന്നൊക്കെ പറഞ്ഞ മാതിരി അടുക്കളയിൽ ഞാൻ വാങ്ങിയ എനിക്ക് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ് കേട്ടോ കോഴിമുട്ട പുഴുങ്ങി. ഞാൻ കാണിച്ചു തരാം. ഞാൻ അതേപോലെ കുറേ ഹൈപ്പ് കേട്ടിട്ട് ഞാൻ വാങ്ങി പണ്ടാരടങ്ങിയൊരു സാധനമാണ് ഒരു വൈപ്പറുണ്ട്. അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇന്ന് അത് രണ്ടും വയ്ക്കോട്ടെ അല്ലേ. അപ്പോൾ അതാണ് മുട്ട പുഴുങ്ങി. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനമാണ്. ഇതിൻ്റെ അടിയിൽ ഈ കണ്ടോ അലുമിനിയം പോലെ സ്റ്റീൽ പോലെ ഒരു സാധനം. ഇതിൽ ശേഷം ഇതിൽ വെള്ളം ഒഴിക്കുക. വെള്ളത്തിന് അളവിന് പാത്രമൊക്കെ ഉണ്ട് കേട്ടോ. അതാ അങ്ങനെ വെള്ളം ഒഴിക്കുക. വെള്ളം ആദ്യം ഒഴിച്ചിട്ട് കുഴമ്പിട്ട് വെച്ചാലും മതി. പിന്നെ ഇതിൻ്റെ അടിയിലൊരു സ്വിച്ച് ഉണ്ട്. അവിടെ കുറച്ചല്ലേ കാണിച്ചു തരാം. ഇതാ ഇത് തന്നെ കത്തും. ഇതിന് പണി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ തന്നെ കേടുട്ടോ. ഓട്ടോ കട്ട് ഓഫാണ്, ഒരു പ്രശ്നമില്ല. ഇതാ ഈ അടപ്പുണ്ടല്ലോ, ഈ അടപ്പ് ഇങ്ങനെ മൂടി വെക്കുക. അപ്പോൾ നമുക്ക് വേറെ ഒരു പാത്രം നിലയ്ക്കേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളിയായിട്ട് കോഴിമുട്ട പുഴുങ്ങി കിട്ടും. ഇത് ഓട്ടോ കട്ട് ഓഫാണ്. പുഴുങ്ങി കഴിഞ്ഞിരിക്കണം സ്വിച്ച് ഓഫ് ആവും കേട്ടോ. അവിടുത്തെ ഏറ്റവും നല്ല ഉപകാരമുള്ള സാധനമാണ്. ഇതാണ് അപ്പറഞ്ഞ രണ്ടാമത്തെ സാധനം. ഒന്നിനും കൊള്ളാത്തൊരു പണ്ടാരം. ഇതിങ്ങനെ വലിക്കുന്നു കേട്ടാ. വെള്ളം ഇങ്ങനെ പോകും. വെള്ളം ഞാൻ കാണിച്ചു തരാം. കണ്ടാ, ഇതിങ്ങനെ വലിക്കുന്നു, വെള്ളം ഇങ്ങനെ പോകുന്നു, എന്നിട്ട് ഇതിങ്ങനെ പിടിക്കുന്നു. ഇത് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യും. അത് ഇപ്പോഴത്തെ ഈ ക്ലീനിങ് ഇങ്ങനെ നോക്കണ്ട. ഇത് ഒരു 2 വലി വലിക്കുമ്പം ഇതിൻ്റെ ഒരു പല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സാധനം പുറത്തേക്ക് പോരും. കേട്ടാ, വെള്ളം ഒരിക്കലും മുഴുവനായിട്ട് പോകില്ല കേട്ടോ. ഈ ഒരു പല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഇതങ്ങോട്ട് വിടും. അതങ്ങോട്ട് വിട്ടിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് കുടുക്കണം. അത് കുടുക്കിയിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ ഇങ്ങനെ വലിക്കണം. എനിക്കറിയില്ല എൻ്റെത് ഇങ്ങനെയാണ്. ഇനി വല്ല കേടും കംപ്ലൈൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പം ഇത് വാങ്ങണമെന്നുള്ളൊരു ഇനി വേറെ ആരെങ്കിലും റിവ്യൂ ഒക്കെ കണ്ടിട്ട് വാങ്ങിക്കോളൂ. ഞാൻ കുറേ ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെ കണ്ട് ഞാൻ പെട്ടുപോയൊരു സാധനമാണ്. ഒന്നിനും കൊള്ളൂല. അപ്പോൾ ഇത് ഞാൻ തപ്പിയെടുത്തതാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് കേട്ടോ. അപ്പം എന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ.